മുസ്ലിം ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചൂടെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അറിയാം എന്താണ് ഞങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാണ് വരട്ടാൻ ശ്രമിക്കുന്നത്? ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ്, മറ്റൊരു ഭാഗത്ത് പൗരത്വ ബില്ല്, ഇവിടെ വഖഫ് ബില്ല്, ഇവിടെ SIR. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗം അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഇവിടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഇവിടെയാണോ നിങ്ങൾ ആദർശം പറയുന്നത്? പഴഞ്ചന്മാരെ, നിങ്ങൾ തറാവീഹിന്റെ എണ്ണം പറയുക, നിങ്ങൾ ഖുതുബയുടെ ഭാഷ പറയുക, നിങ്ങൾ തവസ്സുലും ഇസ്തിഗാസയും നബിദിനാഘോഷവും ഖബറാരാധനയും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഈ ഉമ്മത്തിനെ ആത്മീയതയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുതന്ത്രകാരികളോട് ഞങ്ങൾ കണക്ക് നിരത്തി പറയാം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 20ഓളം കേസുകളാണ് ഈ ഉമ്മത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. വഹാബികളെ വെല്ലുവിളിക്കുന്നു, മൗദൂദികളെ വെല്ലുവിളിക്കുന്നു. ഈ ഉമ്മത്തിന്റെ കാവൽ ഭടന്മാരാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് കണക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ നീതിപീഠത്തിൽ ഈ സമുദായത്തിനും രാജ്യത്തിനും ന്യൂനപക്ഷത്തിനും വേണ്ടി, ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി 20ഓളം കേസുകളാണ് സമസ്ത കൈകാര്യം ചെയ്യുന്നത്. പൗരത്വ ബില്ലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഇല്ലേ? ഏക സിവിൽ കോഡിൽ സമസ്ത സുപ്രീം കോർട്ടിൽ ഇല്ലേ? ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഇല്ലേ? ഇവിടുത്തെ ഓരോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ വന്നപ്പോ, മുസ്ലിങ്ങളുടെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസിൽ, ഹിജാബുമായി ബന്ധപ്പെട്ട കേസിൽ, JJ ആക്ടുമായി, ജുവൈനൽ ജസ്റ്റിസ് ആക്ടുമായി ബന്ധപ്പെട്ട കേസിൽ, പല കേസുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അനുകൂലമായ ഇടക്കാല വിധികൾ കിട്ടി. നിങ്ങൾ അറിയുമോ? ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലേക്ക് ബംഗാളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടേക്ക് പഠിക്കാൻ കുഞ്ഞുമക്കൾ വന്നപ്പോ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ദാറുൽ ഹുദ തയ്യാറായിരുന്നു, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നു, നമ്മുടെ ജൂനിയർ കോളേജുകൾ തയ്യാറായിരുന്നു, നമ്മുടെ യതീംഖാനകൾ തയ്യാറായിരുന്നു. ഒലവക്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരു നേരത്തെ പട്ടിണിക്ക് ആ പശി അടക്കാൻ കഷ്ടപ്പെട്ടു വരുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇവിടെ സമദാനി സാഹിബുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാമല്ലോ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ കഥന കഥകൾ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കള്, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനും മക്കളെ രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡിഗ്രിയും PGയും വാങ്ങാം, നിങ്ങൾക്ക് അധ്യാപകരാവാം, നിങ്ങൾക്ക് ഉന്നതമായ പണ്ഡിതന്മാരാവാം, ഇവിടെ വന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നപ്പോ ആ കുഞ്ഞുമക്കളെ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ് ജുവൈനൽ ഹോമിലേക്ക്, ജയിലറയിലേക്ക് ആ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി. രക്ഷിതാക്കളെ കൊണ്ടുവന്ന അധ്യാപകരെ ജയിലിൽ അടച്ചു. എന്നിട്ട് എന്തുണ്ടായി? ആ ഒരു നിയമത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ വേട്ടയാടിയില്ലേ? അവരെ അവിടുത്തെ പാടത്തേക്ക്, വരമ്പത്തേക്ക് തിരിച്ചയച്ചു. ആ മക്കളെ ഇവിടെ അവരെ മാനസികമായി ആ വേദന, പീഡനം അനുഭവിച്ചിട്ട് അവിടെയുള്ള വ്യവസായശാലകളിലേക്ക് ബാലവേലക്കാ മക്കളെ പിന്നെയും പറഞ്ഞയച്ചു. വിദ്യാഭ്യാസം നിഷേധിച്ചു. JJ ആക്ടിൽ സമസ്ത പോരാടി. ഇപ്പോഴോ അൽഹംദുലില്ലാ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, അറബിക് കോളേജുകളെ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഒഴിവാക്കി. ഇന്ന് കേരളത്തിൽ പല സ്ഥാപനങ്ങളിൽ അതിന്റെ റെക്കോർഡുകളും നിയമങ്ങളും ഒക്കെ രേഖാമൂലം കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഇടപെടലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 ആഴ്ച മുമ്പ് സുപ്രീം കോർട്ടിൽ ഒരു പരാതി വന്നു, ഒരു കേസ് വന്നു. എന്താ കേസ്? ത്വലാഖ് തന്നെ നിരോധിക്കണം. മുത്തലാഖ് മാത്രമല്ല, നേരത്തെ മുത്തലാഖിന്റെ പേരിൽ ചെറുപ്പക്കാരെ ജയിലിലടക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായപ്പോ സമസ്തയുടെ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. വ്യാപകമായി ജയിലിലടക്കുന്ന ആ ദുരവസ്ഥയിൽ നിന്ന് ഇവിടത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മോചനമുണ്ടായി. ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കീഴ്ക്കോടതികളോട് പറഞ്ഞു, പുതിയ സർവേകൾ നടത്തരുത്. സമസ്തയുടെ കേസായിരുന്നു. ഇപ്പൊ വന്നത് ത്വലാഖ് തന്നെ നിരോധിക്കണം. അതെന്തിനു വേണ്ടി? ശരീഅത്തിനോടുള്ള വിരോധം, മുസ്ലിങ്ങളോടുള്ള വിരോധം. ഇത് പറയുമ്പോ തോന്നും നമ്മൾ ത്വലാഖിന്റെ ആളുകളാണ് എന്ന്. അബ്ഗദുൽ ഹലാൽ, ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തലാഖുകൾ നടക്കരുത്, വിവാഹമോചനങ്ങൾ നടക്കരുത്. അത് വ്യാപകമായി നടക്കുന്നുമില്ലല്ലോ. കേരളത്തിന്റെ കഥ മാത്രം നമുക്ക് പറയാം. കേരളക്കരയിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ നീതിയോടുകൂടെ ഒരു അന്വേഷണം നടത്തിയാൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടാകും. ഈ കൊച്ചു കേരളത്തിൽ
ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് ഈ ഉമ്മത്തിലാണ് എന്നത് ആരെങ്കിലും നീതിയോടുകൂടെ പഠനം നടത്താൻ തയ്യാറാവണം. ത്വലാഖും മുത്തലാഖും കേട്ട് ചില ആളുകളുടെ ധാരണ പലരും പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ 5 വഖത്ത് നിസ്കരിക്കുന്നത് പോലെ 5 നേരം ത്വലാഖ് ചൊല്ലി നടക്കുന്നവരാണ്, അത് അവരുടെ ഏർപ്പാടാണ് എന്നാണ്. അതിനുവേണ്ടിയല്ല. മഹല്ല് ഭാരവാഹികൾക്കറിയാം, ഖത്തീബുമാർക്കറിയാം, നമ്മുടെ ഉമറാക്കൾക്കറിയാം, പലപ്പോഴും പെണ്ണിന്റെ അവകാശമായി വരും ത്വലാഖ്. പല സ്ത്രീകളും ഭാര്യമാരും കമ്മിറ്റികളെ സമീപിക്കും. എന്റെ ഭർത്താവ് മക്കളെ നോക്കുന്നില്ല, ഒരു നീതിയും നൽകുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല, പീഡനമാണ്, അതുകൊണ്ട് ആ ഭർത്താവിൽ നിന്ന് ത്വലാഖ് വാങ്ങിത്തരണം, വിവാഹമോചനം നേടിത്തരണം. പെണ്ണിന്റെ അവകാശമായിരിക്കും ആ പെണ്ണിന് മറ്റൊരു വിവാഹവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ. അതിനെ അനുവദിക്കാൻ പലപ്പോഴും പെണ്ണിന്റെ അവകാശം പോലുമായി മാറുന്ന ഈ ത്വലാഖ് നിരോധിക്കണമെന്ന് 3 ആഴ്ച മുമ്പ് സുപ്രീം കോടതിയിൽ വന്നപ്പോ 2 പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത്. അത് ഒന്ന് ഈ കൊച്ചു കേരളത്തിൽ ചേളാരിയിലും കോഴിക്കോട്ടും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. മറ്റൊന്ന് ഓൾ ഇന്ത്യ പേഴ്സൺ ലോ ബോർഡായിരുന്നു. ഈ സമസ്തയെ കുറിച്ച് നിങ്ങൾ പറയാ ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രവും ചുമരെഴുത്തും അറിയാത്തവരെന്ന്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, സമസ്തക്കാർക്കറിയാം, ഈ ഉസ്താദുമാർക്കറിയാം. അതിനെതിരെയുള്ള അവകാശ പോരാട്ടങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികൾ കണ്ട് കേരളക്കരയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ കൗതുകത്തോടുകൂടെ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിക്കുന്നത് എന്ന്. ഏത് കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത ഈ ഉമ്മത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഉമ്മത്തിന്റെ ചിത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പുരോഗമനം